ശ്രീ റെജി ലൂക്കോസ്. ഈ രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയാണ് പ്രതിപക്ഷം പ്രവർത്തിക്കുന്നത് എന്നതാണല്ലോ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ആരോപണം. വനിതകളെ പൂർണ്ണമായും അപമാനിക്കുന്നതാണ് കോൺഗ്രസിന്റെ നിലപാട് എന്നാണല്ലോ ബി.ജെ.പി ആവർത്തിക്കുന്നത്. 2023 പാസാക്കിയ ഒരു നിയമം, അങ്ങനെയാണെങ്കിൽ പാർലമെന്റിലെ ഈ ലോക്സഭയിലെ നിലവിലെ അംഗസംഖ്യയായ 543 ഈ 33% വനിതാ സംവരണം നടത്താൻ ഉള്ള ആർജവം എന്തുകൊണ്ടാണ് ഭരണകക്ഷി സ്വീകരിക്കാത്തത് എന്ന ചോദ്യമുണ്ടല്ലോ. അതിന് എന്ത് മറുപടിയാണ് ബി.ജെ.പിക്കുള്ളത്? ഈ മണ്ഡല പുനർനിർണ്ണയം മാറ്റി നിർത്തിക്കൊണ്ട് വനിതാ സംവരണം നടത്തിക്കൊണ്ട് ബി.ജെ.പിക്ക് വനിതകളുടെ കാര്യത്തിലുള്ള അവരുടെ അവകാശ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലുള്ള താല്പര്യവും രാഷ്ട്രീയ ബോധ്യവും ബാധ്യതയും ഒക്കെ നിറവേറ്റാമല്ലോ. എന്തുകൊണ്ടാണ് അതിന് സമ്മതിക്കാതിരുന്നത്? അതൊരു വെല്ലുവിളിയായി പ്രതിപക്ഷം ഉയർത്തിയിട്ടു. രണ്ട് ഉത്തരങ്ങളുണ്ട് ഗോപികൃഷ്ണൻ. ഒന്ന്, പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം എടുത്ത ഏറ്റവും വലിയ ബുദ്ധിശൂന്യമായ നടപടിയാണ് ഈ പറയുന്ന ബില്ല് ലോക്സഭയിൽ വോട്ടിലൂടെ പരാജയപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ബി.ജെ.പി അല്ലെ കേന്ദ്ര സർക്കാർ ഈ പറയുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ അവതരിപ്പിച്ചെന്നുള്ള ചോദ്യത്തിനാണ് ഇനി മറുപടി അറിയാൻ പോകുന്നത്. ഒന്ന്, 1900 നമ്മുടെ ആർട്ടിക്കിൾ 81 പ്രകാരം ഡീലിമിറ്റേഷൻ മസ്റ്റാണ്. ജനസംഖ്യ ആനുപാതികമായിട്ട് പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടുക, പാർലമെന്റിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളത്, നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് അത് ഭരണഘടനാ ബാധ്യതയാണ് നമ്മുടെ. അതനുസരിച്ചാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ 2011 സെൻസസ് പ്രകാരം 50% വെച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഡീലിമിറ്റേഷനിലൂടെ എംപിമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാം. എല്ലാ പാർട്ടികൾക്കും അല്ല എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായിട്ട് 50%. അങ്ങനെ വരുമ്പോൾ നേരത്തെ PDP ആചാര്യ സാർ പറഞ്ഞ പോലെ കേരളത്തിന് 30 ആകും, മധ്യപ്രദേശിന് 122, 123 ആകും. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾക്കും ആ പ്രൊപ്പോർഷനായിട്ടുള്ള പ്രാതിനിധ്യം കിട്ടും. ഇവിടെ വനിതാ ബില്ല് ഓൾറെഡി തന്നെ 2021 പാസ്സാക്കി വരും, നമുക്കറിയാൻ പറ്റും. ഡീലിമിറ്റേഷൻ നടത്തിയേ പറ്റൂ. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ, ഇപ്പോഴുള്ള 543 അംഗസംഖ്യ വെച്ചുകൊണ്ട് മാത്രം ആ പറയുന്ന വനിതാ സംവരണം നടപ്പാക്കിക്കൂടെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് ഇവരിതിനെ ഭയക്കുന്നത്? ഈ പറയുന്ന 50% വെച്ച് 2011 സെൻസസ് വെച്ച് 50% എല്ലാ സംസ്ഥാനങ്ങൾക്കും പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെന്തിനാണ് ഭയക്കുന്നത്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അവർ ഭയക്കുന്നതിനുള്ള കാരണം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന്, 50% സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഒരു വ്യവസ്ഥയായി ആ നിയമത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇനി അഥവാ കൊണ്ടുവന്നാലും നേരത്തെ PDT ആചാര്യ സാർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ അത് 30 ആകുന്നു, ഉത്തർപ്രദേശിൽ അത് 120 ആകുന്നു. അങ്ങനെ ബി.ജെ.പിക്ക് വേരോട്ടമുള്ള ഹിന്ദി ഹൃദയ ഭൂമിയിൽ കൂടുതൽ സീറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കി ഭരണ തുടർച്ച ഉറപ്പാക്കാം എന്ന ഒരു ഗൂഢ നീക്കം ഇതിന് പിന്നിലുണ്ട് എന്ന ആരോപണമാണ്. ഇനി മണ്ഡല പുനർനിർണയത്തെക്കുറിച്ചാണെങ്കിൽ ജമ്മു കാശ്മീരിലും അസാമിലുമൊക്കെ മണ്ഡല പുനർനിർണയം ബി.ജെ.പിക്ക് ഗുണകരമാകുന്ന തരത്തിൽ നടത്തിയെന്ന ആക്ഷേപവുമുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടാണ് പ്രതിപക്ഷം എതിർക്കുന്നത്. അതുതന്നെയാണ് ഞാനൊരു വാക്കിവിടെ ഗോപികൃഷ്ണനോട് പറഞ്ഞത്, ബുദ്ധിശൂന്യമായ നടപടി എന്ന് പറയുന്നത്. ഇവരെന്തിനാണ് ഈ ഭാരതത്തെ ദക്ഷിണ ഭാരതം അല്ല ഉത്തരഭാരതം എന്ന് പറഞ്ഞ് വിഭജിക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരൊറ്റ രാജ്യമല്ലേ? ഉത്തരേന്ത്യയൊന്നും ദക്ഷിണേന്ത്യയിലുള്ള വല്ല വ്യത്യാസമല്ലോ. ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിലാണ് 129 സീറ്റാണ് ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾക്കായിട്ടുള്ളത് പാർലമെന്റിൽ. ഉത്തരേന്ത്യയിൽ അതനുസരിച്ചുള്ള കൂടുതലും. പിന്നെ ഇവരെന്തിനാണ് ഈ രീതിയിലുള്ള ഒരു വ്യത്യാസം കാണുന്നത്? അപ്പൊ ഇവർ ഭയക്കുന്നത് ഇവർക്ക് വേരോട്ടമില്ലാത്ത, ജനങ്ങൾ ഇവരെ അംഗീകരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇവർ പരാജയപ്പെട്ടുവോ, അതനുസരിച്ച് ഭരണം തുടരാനായിട്ട് ബി.ജെ.പിക്ക് അവസരം ലഭിക്കുമോ എന്ന് പറയുന്നത് എന്ത് യുക്തിയാണ് ഗോപികൃഷ്ണനുള്ള? എനിക്കത് മനസ്സിലാകുന്നില്ല. ഈ രണ്ട് അതായത് ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളും ഉത്തരേന്ത്യയിലെ ബാക്കി വരുന്ന 23 സംസ്ഥാനങ്ങളും തമ്മിൽ വിഭജിച്ച് ഉള്ള ഒരു രീതിയിൽ ഇവരെങ്ങനെയാണ് ഒരു ദേശീയതയെ കാണുന്നത്? അതാണ് പറഞ്ഞ ഒരു ബുദ്ധിശൂന്യമായ നടപടിയാണ് സ്വീകരിച്ചത്. ഇനി അതൊന്നുകൂടെ പറയാം. താങ്കൾ തെറ്റിദ്ധരിക്കരുത്. ഒറ്റ കാര്യം, അതായത് ഈ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വികസന സൂചികകൾ വളരെ വേഗം പ്രാപിച്ച, അല്ലെങ്കിൽ അത് അവിടെ എത്തിയ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണനയും വിഹിതവും കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന ആക്ഷേപമുണ്ട്. എന്ത് അടിസ്ഥാനത്തിലാണ് അത് സംഭവിക്കുന്നത്? അല്ല ഈ സീറ്റ് മണ്ഡല പുനർനിർണയമായിട്ട് ഇപ്പൊ ഈ ചോദ്യമായിട്ടാണ് ബന്ധിരിക്കുന്നത്. അത് കേരളത്തിലെ CPM വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പച്ചക്കള്ളമല്ലേ? അതിനുള്ള മറുപടി ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ നമ്മളിരുന്ന ചർച്ചയിൽ പറഞ്ഞതാണ്. 314 കോടി രൂപ കേരളത്തിൽ നൽകിയിട്ട് ഇതുവരെ അത് കൈപ്പറ്റാൻ പോലും തയ്യാറാകുന്ന സംസ്ഥാനം. അതിവിടെ ചർച്ചയുടെ ആധികാരികമായിട്ടുള്ള വശത്ത് നമ്മൾ വ്യതിചലിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാനൊരു കാര്യം പ്രധാനപ്പെട്ട പറയാം. ഇവരുടെ ബുദ്ധിശൂന്യതയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താ അറിയോ? ഇനി 2027 സെൻസസ് പ്രകാരമാണല്ലോ ജനസംഖ്യ നിർണ്ണയിക്കുന്നത്. ആ ജനസംഖ്യയുടെ ആനുപാതികമായിട്ടുള്ള പാർലമെന്റിൽ
പാർലമെന്റിലെ അംഗങ്ങളുടെ പ്രാതിനിധ്യം നിശ്ചയിക്കേണ്ടത്. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഗ്ലാമർ എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 50% മാറ്റൂ. 2027 സെൻസസ് പ്രകാരം വരുവാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എംപിമാരുടെ എണ്ണം, പാർലമെന്റ് ലോക്സഭയിലെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ എണ്ണം 14 ചുരുങ്ങും. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ചുരുങ്ങും. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ചുരുങ്ങുകയാണ് സംഭവിക്കുന്നത്. എന്താ, ആകെപ്പാടെ 14 മണ്ഡലമുണ്ട്. അതിൽ 2 എണ്ണം പട്ടികജാതി പട്ടികവർഗത്തിന് വേണ്ടി മാറ്റി കൊടുക്കേണ്ടി വരും. 5 എണ്ണം വനിതകൾക്ക് വേണ്ടി വരും. പിന്നെ എത്ര എണ്ണത്തിനകത്ത് ജനറൽ സീറ്റ് മത്സരിക്കാൻ പറ്റും? അതാ ഞാൻ പറഞ്ഞ ഇവിടെ ദീർഘപ്രശ്നമില്ലാതെ കൊണ്ട് BJP കൊണ്ടിരുന്നതെല്ലാം തങ്ങൾക്കെതിരാണെന്നും BJPക്ക് എന്താ പറയുക ജനസ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പിന്നെ മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് അവിടെ നിന്നും വീണ്ടും ഭരണം കൊണ്ടുവരാന്നുള്ള ബുദ്ധിശൂന്യതയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ മുഴുവനുള്ളതല്ലേ, 62 വർഷം ഈ രാജ്യം ഭരിച്ചതല്ലേ. എന്തുകൊണ്ടാണ് മധ്യപ്രദേശ്, UP, ബീഹാർ രാജ്യസഭയിലുള്ള സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വേരോട്ടമില്ലാത്ത ആരെങ്കിലും വേര് വിഴുതൊക്കെകൊണ്ട് പോയതാണോ? ജനങ്ങൾ ഇവരെ തിരസ്കരിച്ചതാ. ഒരൊറ്റ ഉദാഹരണം പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട അഖിലേഷ് യാദവ് ഇന്നലെ പാർലമെന്റിൽ പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അഖിലേഷ് യാദവാണ് ഏറ്റവും കൂടുതൽ, സത്യം പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മോശമാക്കാൻ പറഞ്ഞല്ല, അദ്ദേഹം ആലോചിക്കാതെ പറഞ്ഞതാ. എന്താ കാരണം അറിയോ? അഖിലേഷ് യാദവ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇപ്പൊ നവംബർ മാസത്തിൽ വീണ്ടും അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടി 80 അംഗമുള്ള ലോക്സഭയിൽ ഈ 37 അംഗങ്ങളെ അദ്ദേഹം വിജയിപ്പിച്ചു. അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിച്ചില്ല. പിന്നെ എന്തിനാ അദ്ദേഹം ആശങ്കപ്പെടുന്നത്? BJP എവിടെയെങ്കിലും ഏകാധിപത്യപരമായിട്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് മത്സരിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു ലോക്സഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്ക് അന്ധമായി ഇന്ത്യ മുന്നണിയുടെ ഒരു ഭാഗമായി അദ്ദേഹം അതിന് സപ്പോർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിനെ അപകടത്തിലാക്കുക ചെയ്തത്. ഇങ്ങനെയാണ് തിരിച്ചാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ കാര്യത്തിലും RJDയുടെ കാര്യത്തിലും ഒക്കെ അവരെ ഇതിലെ അപകടം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ ഇന്ത്യ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു എന്നതിൽ അവരുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയുണ്ട്. ഇതാദ്യമായി പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഭരണപക്ഷത്തിന്റെ പാർലമെന്റിനകത്തെ ലോക്സഭയ്ക്കകത്തെ ഒരു നീക്കത്തെ തടയിടാൻ കഴിഞ്ഞു എന്നത് അവരുടെ ഒരു രാഷ്ട്രീയ വിജയം കൂടിയാണ്. ബഹുമാനപ്പെട്ട ഗോപികൃഷ്ണൻ, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. 7 പതിറ്റാണ്ടിലേറെ നമ്മൾ സ്വാതന്ത്ര്യം നേടിയിട്ട് നമ്മൾ ലോക്സഭയിലേക്ക് ജനങ്ങളെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയപരമായ രീതിയിലും ആ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ഇന്ത്യയിൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യാനും ആ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭരണഘടന ആർട്ടിക്കിൾ 81 പ്രകാരം നമ്മുടെ പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, കേരളത്തിൽ ശരാശരി 13 ലക്ഷം ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് ഒരു MP പോകുന്നത്. അതേസമയം ഉത്തർപ്രദേശും ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 20-22 ലക്ഷം ജനങ്ങളുടെ പ്രാതിനിധ്യമാണ് ഒരു MPക്കുള്ളത്. അപ്പോൾ വിശാലമായ രീതിയിൽ ഇത്ര ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതിനിധിയായിട്ട് അതിലും 1-2 MPമാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിയാത്മകമായിട്ട് തങ്ങളുടെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ക്രിയാത്മകമായ രീതിയിലുള്ള അവരുടെ രീതിയിലുള്ള എന്താ പറയുക സംഭാവനകൾ നൽകാൻ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ പ്രതിപക്ഷം ഇതിനെ ഭയക്കുന്നത്? അപ്പൊ രണ്ടാമത് പിന്നെ വനിതാ സംവരണത്തിനെതിരെയാണ് ഇവർ പ്രതികരിച്ചിരിക്കുന്നത്. ഓൾറെഡി വനിതാ സംവരണം പാസ്സായി കഴിഞ്ഞു. വനിതാ സംവരണം 33% വരുമ്പോൾ തങ്ങൾക്ക് പല മണ്ഡലങ്ങളിൽ പരാജയപ്പെടുന്നൊരു ഭയമോ അല്ലെങ്കിൽ തങ്ങൾക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള ഒരു ഭയപ്പാടോ അല്ലെങ്കിൽ തങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നൊരു ഭയമാണ് ഇവർക്ക്. അതിനൊരു ഉദാഹരണമാണ് 2021 വാജ്പേയി സർക്കാരിന്റെ കാലത്ത് അന്ന് ഈ ബില്ല് ലോക്സഭയിൽ വനിതാ ബില്ല് അവതരിപ്പിച്ചപ്പോൾ മുലായം സിംഗ് യാദവ്, സാക്ഷാൽ ഇപ്പോഴത്തെ ഈ അഖിലേഷ് യാദവിന്റെ പിതാവ്, അന്ന് പാർലമെന്റിൽ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ നമുക്കറിയാലോ, ഗോപികൃഷ്ണൻ അറിയാലോ. ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം വനിതകളുടെ ശാക്തീകരണത്തിനും വനിതകൾ മുമ്പോട്ട് വന്ന് ഈ രാജ്യത്തിനെ കൂടുതൽ എംപവർമെന്റിലേക്ക് അവർ കടക്കണമെന്നുള്ള ഇവരുടെ കപട വാചകടിക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇവർ 2 കൈ നീട്ടിക്കൊണ്ട് അതിനെ പാസ്സാക്കിയുള്ള അവസരം കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇവരുടെ പ്രാതിനിധ്യം ലോക്സഭയിലും വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്? ഇവരെന്തുകൊണ്ടാണ് തിരിച്ചറിഞ്ഞില്ല? അപ്പൊ ഒറ്റക്കാര്യമുള്ളൂ, ഞാൻ ലെറ്റ് മി കംപ്ലീറ്റ്, ഒറ്റക്കാര്യമുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യത്തിന് കുറച്ചുകൂടെ പുരോഗമനപരമായിട്ട് രീതിയിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ വരുമ്പോൾ തങ്ങൾ അതിനോടൊപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണെന്നുള്ള മിഥ്യാധാരണയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഇതുപോലുള്ള ഒരു ബുദ്ധിശൂന്യമായ നടപടിയിലേക്ക് പ്രേരിപ്പിച്ചത്. ഇനി സംഭവിക്കാൻ പോകുന്നത് 2027 സെൻസസ് പ്രകാരം ഈ കേരളത്തിലെ പോലും പാർലമെന്റ് എണ്ണത്തിൽ കുറവ് വരും. അതാണ് ഇവർ ഈ ജനാധിപത്യത്തോട് ചെയ്ത ഏറ്റവും വലിയ പാതകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.